എടാ അമ്മൂസേ, എന്താ ഹോംവർക്ക് എഴുതി കഴിഞ്ഞോ? ആ, അപ്പൂസ് ഇരുന്ന് ഹോംവർക്ക് എഴുതുവാണോ? എന്താ എഴുതണ അപ്പൂസ്? ഓ, പൂ വരയ്ക്കുകയാണോ? ആ, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ അപ്പൂസ് വരച്ച പൂ. ഓ, പുക്, ബോള്, ബൊമ്മ എല്ലാം വരച്ചിട്ടുണ്ടോ? സൂപ്പർ ആയിട്ടുണ്ടോ അപ്പൂസേ? ശരി ശരി, അപ്പൂസ് വരയ്ക്ക്. ആദ്യം ചേച്ചി ഹോംവർക്ക് എഴുതി കഴിഞ്ഞോ എന്താണെന്ന് അച്ഛൻ നോക്കട്ടെ. എടാ അമ്മൂസേ, എന്താ നീ ഹോംവർക്ക് എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞില്ലേ? എന്താടാ അമ്മോ, ആദ്യം തന്നെ അച്ഛൻ പറഞ്ഞിട്ട് പോയതല്ലേ? വെറും ABCD മാത്രല്ലേ ഉള്ളത്, അതുപോലെ ഇനി എഴുതിയിട്ടില്ലേ? മറന്നുപോയോ? എന്താടാ ഇത്? നീ മുന്നിലെ പേജിലൊക്കെ എഴുതിയിട്ടുള്ളതല്ലേ? പിന്നെ മേലെ മിസ്സും കൂടെ ABCD ഒക്കെ എഴുതി തന്നിട്ടില്ലേ? അത് നോക്കി താഴെ എഴുതിയാ മതി. അറിഞ്ഞില്ലേ? എന്താടാ ഇത്? മേലെയുള്ള ABCD നോക്കി താഴെ എഴുതാൻ അറിയില്ല എന്ന് പറയണ. ഇങ്ങനെ പറഞ്ഞ നീ സ്കൂളിൽ പോയിട്ട് എങ്ങനെ എക്സാം ഒക്കെ എഴുതുക? എന്താടാ മുസേ, നിന്റെ അമ്മ നേരത്തെ എന്നെ കൊണ്ട് നിന്നെ ഹോംവർക്ക് എഴുതാൻ വെക്കാൻ പറഞ്ഞിട്ട് പോയതാണ്. ഇനിയിപ്പോ അവള് വരുമ്പോഴേക്ക് നീ ഹോംവർക്ക് എഴുതിയില്ലെങ്കിൽ നിനക്ക് ചീത്ത കേൾക്കില്ല, എനിക്ക് തന്നെ ചീത്ത കേൾക്കും. എന്താടാ അമ്മൂസേ, ഇത്രയും ദിവസം നീ ABCD എഴുതണോ, ഇപ്പൊ അറിഞ്ഞില്ല എന്നും പറഞ്ഞ ഞാൻ എന്താ ചെയ്യാ? ശരി നിക്ക്, അച്ഛൻ നിനക്ക് എങ്ങനെ ABCD എഴുതണമെന്ന് ഒരു സ്ലേറ്റിൽ എഴുതി കാണിക്കാം. അതുപോലെ നീ നോട്ടിൽ നോക്കി എഴുതിട്ടോ. ആ, ഇതാണ് A. ആ, ഇതുപോലെ A നോട്ടിൽ നോക്കി എഴുതി നോക്കട്ടെ. എടാ അമ്മൂസേ, അച്ഛനിപ്പോ എഴുതി കാണിച്ചില്ലേ? ഇത് നോക്ക്. A ഇങ്ങനെ മേലെ ഒരു കോഡ്, താഴെ ഒരു കോഡ്, നടുവിലൊരു കോഡ്, അത്രേ ഉള്ളൂ. ഇതാണ് A. നോട്ടിൽ എഴുതി നോക്കട്ടെ. ആ, അങ്ങനെ തന്നെ, സൂപ്പർ. അമ്മൂസ് A എഴുതിയല്ലോ. ഇനി നമുക്ക് B എഴുതാമോ? B. ആ, ഇതാണ് B. അച്ഛനിപ്പോ എഴുതിയ പോലെ നോക്കി നോട്ടില് B എഴുതി നോക്കട്ടെ. എന്താടാ അമ്മൂസേ, അച്ഛൻ എഴുതിയ പോലെ നോക്കി B എഴുത്. എന്ത് കൈവേദനിക്കേ? ഒരു A എഴുതുമ്പോഴേക്കും നിനക്ക് കൈവേദന വന്നോ? എടാ അമ്മൂസേ, ഹോംവർക്ക് എഴുതാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്നും പറയണ്ടടാ. അങ്ങനെ എങ്ങനെ അപ്പോഴേക്കും നിനക്ക് കൈവേദന വരും? A മാത്രമല്ലേ നീ എഴുതിയിട്ടുള്ളത്. അങ്ങനെ കൈയൊന്നും വേദനിക്കില്ല. ഇവിടെ നോക്ക്, ABCD Z വരെ തന്നെ 5 മിനിറ്റും കൊണ്ട് എഴുതി കഴിയാ. വേഗം എഴുതി കഴിഞ്ഞാൽ പിന്നെ ഈ ബുക്കൊക്കെ അടച്ചു വെച്ചിട്ട് മിണ്ടാതെ ഇരുന്ന് കളിക്കാം. എവിടെ വേഗം വേഗം എഴുതി നോക്കട്ടെ. ഈ B ആദ്യം എഴുത്. കൈ ഒന്നും വേദനിക്കില്ല. ഇപ്പൊ ബുക്കൊക്കെ അടച്ചു വെച്ചിട്ട് എണീറ്റ് കളിക്കാൻ പറയ്. അപ്പൊ നിനക്ക് കൈവേദന എല്ലാം ശരിയാവും. കൈയൊന്നും വേദനിക്കില്ല. ആദ്യം ഈ B എഴുത്. ആ, അങ്ങനെ തന്നെ B എഴുതണം. ശരി, ഇപ്പൊ നമുക്ക് C എഴുതാമോ? ഇപ്പൊ എന്താടാ അമ്മൂസേ? എന്ത് ഉറക്കം വരികേ? എടാ അമ്മൂസേ, കുറച്ചല്ലേ ഉള്ളൂ, ഇത് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങാം. നീ വേഗം ഹോംവർക്ക് എഴുതടാ. ഹോംവർക്ക് എഴുതാതെ ഉറങ്ങാൻ പറ്റില്ല. ശരിയടാ അമ്മൂസേ, ഉറങ്ങാം. വേഗം ABCD ഒക്കെ എഴുതി കഴിഞ്ഞാ പിന്നെ ഉറങ്ങാലോ. അയ്യോ ശരി ശരി, കരയണ്ടടാ. ഉറക്കം വരുന്നോ? ശരി, നീ ഉറങ്ങ്. പിന്നെ ഉറങ്ങി എണീറ്റ് പിന്നെ നമുക്ക് ABCD എഴുതാം. ആ, ABCD എഴുതാതെ പോയാ മിസ് ചീത്ത പറയുന്നത് നിനക്ക് അറിയുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ ABCD എഴുതിട്ട് പിന്നെ ഉറങ്ങിക്കോ. എന്താടാ അമ്മൂസേ ഇത്?
ശരി, നീ ഉറങ്ങ്. ഈ ഒരു പ്രാവശ്യം നിനക്ക് അച്ഛൻ ഹോംവർക്ക് എഴുതി തരാം. പിന്നെ നാളെ മുതലുള്ള ഹോംവർക്ക് ഇല്ലേ, നീ സ്കൂൾ കഴിഞ്ഞ് വന്നതും വേഗം ഇരുന്ന് എഴുതണം. പിന്നെ ഉറക്കം വരണോ, കൈ വേദനിക്കണോ, കാല് വേദനിക്കണോ, ഇങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ പിന്നെ അച്ഛൻ തന്നെ നിന്നെ തല്ലും. ശരി, എന്നാ പിന്നെ നീ ഇപ്പൊ ഉറങ്ങിക്കോ. ഇപ്പൊ നീ ഉറങ്ങിയാ പിന്നെ നീ എണിക്കാൻ ഒരുപാട് സമയമാകും. പിന്നെ എണീറ്റ് നീ ഹോംവർക്ക് ഒന്നും എഴുതില്ല. അതുകൊണ്ട് ഈ ഒരു പ്രാവശ്യം നിനക്ക് വേണ്ടി അച്ഛന് ഹോംവർക്ക് എഴുതാം. നാളെ മുതൽ സ്കൂൾ കഴിഞ്ഞ് വന്നതും കളിക്കാൻ നിൽക്കാൻ പറ്റില്ല. ആദ്യം ഹോംവർക്ക് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ തന്നെ കളിക്കണം. ശരിയാ? ശരി ശരിയാ. നോട്ട് ഇങ്ങോട്ട് തന്നിട്ട് നീ കിടന്ന് ഉറങ്ങിക്കോ. അച്ഛൻ ഹോംവർക്ക് എഴുതി വെക്കാം, നീ ഉറങ്ങ്. റിയ ഹോംവർക്ക് എഴുതിയോ? ശിവേട്ടാ, നിങ്ങൾ ഇത് എന്താ ചെയ്തിട്ടിരിക്കണേ? ഐഷു, നിങ്ങളെ കൊണ്ട് റിയാനെ ഹോംവർക്ക് എഴുതാൻ വെക്കാൻ പറഞ്ഞ നിങ്ങൾ ഇരുന്ന് അവൾക്ക് ഹോംവർക്ക് എഴുതി കൊടുത്തിട്ടിരിക്കണോ? ഐഷു ഇല്ലാതെ അവൾക്ക് ഉറക്കം വരുന്നു പറഞ്ഞു, അതുകൊണ്ടാണ്. എന്ത് ഉറക്കം വരുന്നെന്ന് പറഞ്ഞോ? എന്താ അവളിപ്പോ ഉറങ്ങിയിട്ടാണോ ഇരിക്കണേ? അവൾ അപ്പൂസിന്റെ കൂടെ ഇരുന്ന് കളിച്ചിരിക്കല്ലേ? അവള് ഹോംവർക്ക് എഴുതാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഉറക്കം വരുന്നു, കൈ വേദനിക്കുന്നു, കാൽ വേദനിക്കുന്നു എന്ന് എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞുകൊണ്ടിരിക്കും. അതൊക്കെ കേട്ടിട്ട് നിങ്ങൾ അവൾക്ക് ഹോംവർക്ക് എഴുതി കൊടുത്തിട്ടിരിക്കണോ? ഐഷു ഇല്ല ഐഷു, അത് അവള് ഉറക്കം വരുന്നു പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ശരി ഈ ഒരു പ്രാവശ്യം എഴുതി കൊടുക്കാന്ന് വിചാരിച്ചു. എന്താ ശിവേട്ടാ ഇത്? ഇങ്ങനെ ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ അവൾക്ക് ഹോംവർക്ക് എഴുതി കൊടുത്താ അവൾ എങ്ങനെ പോയി സ്കൂളിൽ പഠിക്കും? എങ്ങനെ അവൾ എക്സാം എഴുതും? അവളിങ്ങനെ ഹോംവർക്ക് എഴുതാതെ ഓരോ കാരണം പറഞ്ഞ് ഇങ്ങനെ വാശി പിടിച്ചിരിക്കുന്നതിന്റെ കാരണം നിങ്ങളാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് അവൾ പഠിക്കാത്തതും അവൾ ഹോംവർക്ക് എഴുതാത്തതും. അല്ല, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അപ്പൂസേ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, നീ ഹോംവർക്ക് എഴുതിയില്ലെങ്കിൽ നിന്റെ അമ്മ വന്നാൽ നിനക്കല്ല എനിക്ക് തന്നെ ചീത്ത കേൾക്കുന്നു. ഇപ്പൊ നോക്ക്, നീ കാരണം അച്ഛനമ്മ എന്തൊക്കെ പറയണെന്ന്. അയ്യോ ഐഷു, എന്തിനാ വടിയൊക്കെ? പാവ, അവള് ചെറിയ കുട്ടിയല്ലേ, പറഞ്ഞു കൊടുത്താൽ അവൾക്ക് മനസ്സിലാവും. ഇനി അവള് ഹോംവർക്ക് ഒക്കെ കറക്റ്റ് ആയിട്ട് എഴുതും. അതിനൊന്നും പറഞ്ഞ പാവം ചെറിയ കുട്ടീനെ വടിയും കൊണ്ടൊക്കെ തല്ലണ്ട ഐഷു. പാവല്ലേ അമ്മൂസ്? അതിന് ഈ വടി അവൾക്കല്ലേ ശിവേട്ടാ, നിങ്ങൾക്കാ. എനിക്കോ? അതെ, മര്യാദയ്ക്ക് ഇരുന്ന് അവളുടെ ഹോംവർക്ക് എഴുതാൻ പറയാണ്ട് നിങ്ങൾ ഇരുന്ന് എഴുതി കൊടുക്കണല്ലോ. അതിന് അവളിനെയല്ല തല്ലേണ്ടത്, ആദ്യം നിങ്ങളെയാ തല്ലേണ്ടത്. അമ്മൂസേ കണ്ടോ, നീ കാരണം എനിക്ക് ചീത്ത കേൾക്കുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇങ്ങനെ തല്ലുകൊള്ളൊന്നും വിചാരിച്ചില്ല. ഇനി നീ ഹോംവർക്ക് എഴുതിയാലും ശരി, നിന്റെ അമ്മന്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിച്ച ഹോംവർക്ക് എഴുതിയാലും ശരി, ഇനി നിങ്ങൾ രണ്ടുപേർക്കിടയിലും ഞാൻ വരികയില്ല. ശിവേട്ടാ, അയ്യോ ഐഷു, ഞാനില്ല. നീ ആയി നിന്റെ മകളായി എന്തോ ചെയ്യ്, എന്നെ ആള് വിടി.